സൂത്രന് പനി. സൂത്രം പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തും ആലോചിച്ച് ചെയ്യുന്ന ആളാണെന്ന് സൂത്രൻ പറഞ്ഞത്. ആ വീഴാറായി നിൽക്കുന്ന ആ മരം മറിച്ചിടാനാ വിളിച്ചത്. ആലോചിച്ചു കാര്യങ്ങൾ ചെയ്യുന്ന ആള് വേണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അല്ല. ഉദാഹരണത്തിന് മരം തെക്കോട്ട് വീണാൽ ഗുഹയുടെ മുറ്റത്തേക്കാവും, കിഴക്കോട്ട് വീണാൽ വഴി മുടങ്ങും. ഇതുപോലെ എല്ലാ വശവും ആലോചിച്ച് ചെയ്യുന്ന ആള് വേണം മരം മറച്ചിടാൻ. എല്ലാ വശവും ആലോചിക്കാം. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഉണ്ട്. പോയി വരുമ്പോഴേക്കും പണി തീരണം. എല്ലാ വശവും ആലോചിക്കാനല്ലേ പറഞ്ഞത്? ഞാനും സഹായിക്കാം. മരത്തിന്റെ മുകൾ വശത്തെ പറ്റി ഞാൻ ആലോചിക്കട്ടെ. മരം വീണാവോ? അവന്മാര് വരുന്നുണ്ടല്ലോ. പണി തീർന്നോ? കുറെ ആലോചിച്ച് പണി തീർത്തു. ചെറിയൊരു പ്രശ്നം മാത്രമേ പറ്റിയുള്ളൂ. ആ മരം വീഴുമ്പോഴത്തെ കുലുക്കത്തിൽ അടുത്തുള്ള വേറെ മരങ്ങൾ വീഴാൻ സാധ്യതയുണ്ടല്ലോ എന്നാണ് ആദ്യം ആലോചിച്ചത്. അത് ശരിയോ? എന്നിട്ട്? വീഴാൻ സാധ്യതയുള്ള മരങ്ങളൊക്കെ ആദ്യം ഞാൻ മറിച്ചിട്ടു. അങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞപ്പോ ഒരൊറ്റ വലിയ മരം മാത്രം കൂട്ടില്ലാതെ നിൽക്കുന്നു. ഒരു മരം മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാൻ തീരെ ഭംഗിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. ചേട്ടനെ പോലൊരാൾ താമസിക്കുന്ന സ്ഥലം ഭംഗിയില്ലാതാവരുത് എന്നും ഞാൻ ആലോചിച്ചു. അങ്ങനെ ആ മരവും മറിച്ചിട്ടു. അവിടെ മാത്രം ഒരു കുഴപ്പം പറ്റി. മരം വീണത് ഗുഹയുടെ മുകളിലായിപ്പോയി. ഗുഹ പൊളിഞ്ഞു. വിവരം അറിഞ്ഞാൽ ചേട്ടൻ ഇതുപോലെ എന്റെ പിന്നാലെ വരുമല്ലോ എന്നും ഞാൻ ആലോചിച്ചു. അതുകൊണ്ടാ ഞാൻ ഈ വഴിക്ക് ഒരു കുഴിയും കുഴിച്ചത്. അത് എണ്ണി നോക്കണം. ഓ, എണ്ണിക്കോ. ഇപ്പോഴല്ല, കുട്ടിക്കാലത്ത് കടുവശാസ്ത്രത്തിന്റെ ട്യൂഷൻ എടുക്കുന്ന സാറ് ചോദിച്ചതാ. കടുവയ്ക്ക് ഒരു മാസം പ്രായമുള്ളപ്പോൾ എത്ര പല്ലുണ്ടാവും, ഒരു വയസ്സിൽ എത്ര പല്ലുണ്ടാവും, അതൊക്കെ കണ്ടുപിടിച്ച് വരാൻ ട്യൂഷൻ സാറ് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. തീറ്റ പോലെ ഇരിക്കും. തീറ്റ പോലെയോ? അത് ഞാൻ കുട്ടിക്കാലത്ത് മുട്ടയാണെന്ന് വിചാരിച്ച് ഒരു പാറക്കല്ല് കടിച്ചു. കഠിൻ 2 പല്ല് അപ്പോഴേ പോയി. അത് ചേട്ടന്റെ കാര്യമല്ലേ? സാധാരണ കടുവകൾക്ക് എത്ര പല്ലുണ്ടാവും എന്നാ ചോദിച്ചത്. ഞാൻ സാധാരണ കടുവയോ? കടുവശാസ്ത്രം അറിയില്ലെന്നേ ഉള്ളൂ. പെട്ടെന്ന് പറ ചേട്ടാ. പാറനിഴൽ മരച്ചുവട്ടിലെത്തുന്നതിന് മുമ്പ് വേണം. പാറനിഴലോ? അതെ, ആ പാറയുടെ നിഴൽ അടുത്ത് മരത്തിന്റെ ചുവട്ടിൽ എത്തുന്നതിന് മുമ്പ് ഉത്തരം കണ്ടുപിടിക്കണമെന്ന് സാർ പറഞ്ഞത്. അയ്യോ, നിഴലെത്താൻ ഇനി എത്ര നേരം വേണ്ടി വരും? ഏതാണ്ട് 1 മണിക്കൂർ. സൂത്രൻ സ്ഥലത്തില്ല. ഞാൻ എന്റെ അമ്മാവനോടൊന്ന് ചോദിക്കട്ടെ. ഈ വക കാര്യങ്ങളിൽ അമ്മാവൻ പുലിയോ? എന്നാ പിന്നെ പുലി അമ്മാവനോട് ചോദിക്കാമോ? കുറച്ചു കഴിയുമ്പോ ഇവിടെ വാ, ഉത്തരം പറഞ്ഞു തരാം. ആശ്വാസമായി. ഓ, ഞാൻ നിന്നെ തെരഞ്ഞു നടപ്പായിരുന്നു. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഉത്തരം കിട്ടി അല്ലേ? ഇല്ല, അമ്മാവന് സ്ഥലത്തില്ല. അയ്യോ, എന്നിട്ട്? ഞാൻ ആ പാറ തള്ളി കുളത്തിലിട്ടു. ഇനി നിഴൽ വീഴുന്നതൊന്ന് കാണണം. ഇച്ചിരി വഴി തന്നാൽ ഈ ഉള്ളവന് ഇറങ്ങാമായിരുന്നു. അതാരാ പറഞ്ഞത്? അടിയൻ. ഇത് ഈ ഉള്ളവന്റെ വീടാണ്. സൂത്ര, ഇവൻ എന്തുള്ളവനാണെന്നോ പറയുന്നത്? അയ്യോ, ഒരു കാട്ടുപൂച്ചയ്ക്ക് ഇത്രയും മുടിയോ? ഈ ഉള്ളവന്റെ പണി അതല്ലേ? മുടി നട്ടു വളർത്തലാണോ പണി? പല സ്റ്റൈലിൽ മുടി ചീകി കൊടുക്കും, കെട്ടിയും കൊടുക്കും. കൂലി തല ഒന്നിന് 1 എലി. അത് ശരി. എന്താ പേര്? ഈ പുണ്ണി. സൂത്ര, ഇപ്പോ പിടികിട്ടി. എന്തു പിടികിട്ടി? ഈയുള്ളവൻ എന്ന് പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടി. പേരിനകത്ത് ഈ ഉണ്ടെന്നല്ലേ? അപ്പോ ഞാൻ ഉള്ളവൻ എന്ന് പറയണം അല്ലേ സൂത്ര? മുടി പലതരത്തിൽ കെട്ടാൻ അടിയൻ മിടുക്കന. ഉദാഹരണത്തിന് ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ശരി, ഇവനെ ഒന്ന് കളിയാക്കാം. അയ്യേ, ഇതോ?
ചീഞ്ഞ ചക്കയ്ക്കകത്തു നിന്ന് രണ്ട് വൃത്തികെട്ട തേരട്ടകൾ ഇറങ്ങി വന്ന് കോക്രി കാട്ടുന്നത് പോലെയുണ്ട്. അയ്യോ, ശരിക്കും അങ്ങനെയുണ്ടോ? ശരിക്കും അതിനേക്കാൾ വൃത്തികേടാ. ശേ, എന്നാ ഈ ഉള്ളവൻ ഇപ്പോ വരാം. ഒരാളോട് പറയാനുണ്ട്. എന്റെ തല ഒരു ചീഞ്ഞ ചക്കയാണെന്ന് നീ പറഞ്ഞോ? കടിയൻ ചേട്ടൻ, ഈ മുടി കണ്ടോ തേരട്ട് കോക്രി കാട്ടുകയാണെന്ന് നീ പറഞ്ഞോ? എടാ പറഞ്ഞോന്ന്. അയ്യോ എലി, ഈയിടെയായി എനിക്ക് ഭയങ്കര പേടിയാ. ഗുഹയ്ക്കകത്ത് എലി കയറുമോ എന്ന്. പേടി കാരണം പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. ഇതൊന്ന് മാറ്റാൻ സഹായിക്കണം. പേടി സ്വപ്നം മാറ്റി ധൈര്യ സ്വപ്നമാക്കാനാണോ? വൈദ്യര് സ്ഥലത്തില്ല, അതുകൊണ്ടാ ചേട്ടനോട് ചോദിക്കുന്നത്. ചേട്ടാ, വൈദ്യർക്ക് പകരം ഞാനോ? എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഒഴിവാക്കാം. ചെറിയ പേടി മാറ്റാൻ ഒരു കുറുക്ക് വഴിയുണ്ട്. കുറുക്കന്മാർക്കുള്ള വഴിയോ? ചെന്നായ്ക്കും പറ്റും. അതിലും വലിയ അപകടം വരുമെന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുക. ആത്മാർത്ഥത വേണം, ആത്മാർത്ഥത. വലിയ കുഴപ്പം വരും എന്ന് തോന്നിയാൽ ചെറിയ പേടി പമ്പ കടക്കും. ഫോർ എക്സാമ്പിൾ, ഒരു എലി വരും എന്നാണ് പേടിയെങ്കിൽ 10 എലി വരുമെന്ന് പ്രതീക്ഷിക്കുക. പിന്നീട് ഒരു എലി വന്നാൽ ഒന്നല്ലേ ഉള്ളൂ എന്ന ആശ്വാസം തോന്നുമല്ലോ. ശരിയാ, തോന്നും. ഇത് ഉദാഹരണം മാത്രമാ. വലിയ വേറെ ഏത് അപകടവും പ്രതീക്ഷിച്ചോളാം. ഹിഹി, ആ ശല്യം ഒഴിഞ്ഞു കിട്ടി. ഇനി 10 എലി വന്നാലോ പ്രശ്നം. ഇന്നലെ വന്നവൻ ഇന്നും വരുന്നു. സഹായിക്കണേ. പിന്നെ മെലിപ്പേടി വന്നോ? അല്ല, ഒരാനയെ കയറ്റാൻ സഹായിക്കണം. ഗുഹയ്ക്ക് മുന്നിൽ ഒരാന വീണു. എങ്ങനെ? കാൽ വഴുതി വീണോ? അതല്ല, എലി വരുമെന്ന പേടി മാറ്റാൻ ഞാൻ ആന വരുമെന്നാ പ്രതീക്ഷിച്ചത്. ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചത് കൊണ്ട്. ആന വന്നാൽ വീഴ്ത്താൻ ഗുഹയ്ക്ക് മുന്നിൽ ഒരു കുഴി ഉണ്ടാക്കി ഇല കൊണ്ട് മറച്ചു. ആന ശരിക്കും വരുമെന്ന് ഞാൻ അറിഞ്ഞു. ഓരോടെ കൊല്ലുരുട്ടിയത് പോയി നോക്ക്. ശരി, പോയി നോക്ക്. ഓനാണോ കൊല്ലുരുട്ടിയത്? കൊല്ലുരുട്ടിയവനെ കിട്ടി എന്ന് പറഞ്ഞു. എങ്കിലവൻ തന്നെ ഈ കൊല്ലു ചുമന്ന് മുകളിൽ കൊണ്ടിടണം. ചെന്ന് പറ. തോനുരുട്ടിയ കൊല്ല് കടിയൻ ചേട്ടന്റെ തലയിലാ വീണത്, അറിയാമോ? ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പോരാ, ശിക്ഷയുണ്ട്. തോനെ കൊല്ലു ചുമന്ന് ഇവിടെ കൊണ്ടിടണം, അതാണ് ശിക്ഷ. അത് താൻ പറയണ്ട, ഞാൻ കൊണ്ടിട്ടോളാം. പക്ഷെ അത് ഞാൻ പറയണമെന്ന് സൂത്രം പറഞ്ഞിട്ടുണ്ട്. മഴ മാറട്ടെ. മഴ മാറിയിട്ടോ? പറ്റില്ല, ഇപ്പൊ ചെയ്യണം. കടിയൻ ചേട്ടൻ പറഞ്ഞൂന്ന് ചെന്ന് പറ. മഴ മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ, തനിക്ക് ചെവി കേൾക്കില്ലേ? കേൾക്കാം. മഴ മാറാതെ വരാൻ നിവർത്തിയില്ലെന്നാ പറയുന്നത്. കടിയൻ ചേട്ടൻ മഴ മാറുന്നത് വരെ കാത്തു നിൽക്കുന്ന പ്രശ്നമില്ല. ചെന്ന് പറ. ഓഹോ, എന്നാൽ അതൊന്ന് അറിയണമല്ലോ. വാ. കോടിയൻ സിംഹമാ പറയുന്നത്, പോയി കല്ലെടുക്കടാ. അതെ, നിങ്ങളെക്കാൾ മുമ്പ് ചിലർ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മഴ മാറിയാൽ കല്ല് തിരിച്ചു കൊണ്ടിടണമെന്നും അവര് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? ഞങ്ങളെക്കാൾ മുമ്പോ? അതാര്? എലിമാളത്തിന് മുകളിലിരുന്ന കല്ലാ ഞാൻ തട്ടിയത്. കല്ല് പോയപ്പോ മാളത്തിൽ മഴവെള്ളം വീണു തുടങ്ങി. അന്നേരം ഈ ദ്രോഹികൾ കല്ലിന് പകരം ഇരുത്തിയത് തന്നെ. ഇതാ കണ്ടില്ലേ? മഴ മാറാതെ എണീറ്റാലുണ്ടല്ലോ. ഓ, ഇവരെയൊക്കെ ഞാൻ ഇനി എങ്ങനെ പഠിപ്പിക്കും? എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാൻ? 2 ദിവസമായി ഇവനെ പഠിപ്പിച്ച് വായിലെ വെള്ളം വറ്റി. ഇന്ന് ചോദ്യം ചോദിച്ചപ്പോ അറിയില്ല. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യും? നാളെ പരീക്ഷയാ. വെള്ളം ഞങ്ങൾ കൊണ്ടു തന്നാൽ മതിയോ? വെള്ളമോ? എന്തിന്? ചേട്ടൻ പറഞ്ഞില്ലേ വായിലെ വെള്ളം വറ്റീന്ന്.
ചേട്ടാ, ചോദ്യം ചോദിക്കുമ്പോൾ പിള്ളേർക്ക് ഓർമ്മ വരാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷനോ? അതെ, 4 ഉത്തരം പറയണം. അതിലൊരെണ്ണം ശരി ഉത്തരം. ഓപ്ഷൻ കേട്ടാൽ മോന് വേഗം ഉത്തരം ഓർമ്മ വരും. ചേട്ടന്റെ പണിയും കുറയും. ശരി, അതൊന്ന് പരീക്ഷിക്കാം. എടാ, ഞാൻ ചോദ്യം ചോദിക്കാം. പോത്തുകൾ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെ? 3 ഓപ്ഷൻ തരാം. 3 പോരാ, 6 വേണം. ഓപ്ഷൻ 1 ഉറങ്ങും, ഓപ്ഷൻ 2 തിന്നും, ഓപ്ഷൻ 3 ചെളിയിൽ കിടക്കും, ഓപ്ഷൻ 4 ഡാൻസ് ചെയ്യും, ഓപ്ഷൻ 5 ആരെങ്കിലും ചീത്ത വിളിക്കും. അത് ചീത്തവിളിയാണോ സൂത്ര ഉത്തരം? പറയടാ, ഏത് ഓപ്ഷനോ ശരി ഉത്തരം? അത് ഓപ്ഷൻസ് ഒന്നും കൂടി പറയാമോ? ഓപ്ഷൻ 1 ഉറങ്ങും, ഓപ്ഷൻ 2 തിന്നും, ഓപ്ഷൻ 3 ചെളിയിൽ കിടക്കും, ഓപ്ഷൻ 4 ഡാൻസ് ചെയ്യും, ഓപ്ഷൻ 5 ആരെങ്കിലും ചീത്ത വിളിക്കും. എത്രാമത്തെ ഓപ്ഷൻ പറ? അത് പിന്നെ എല്ലാ ഓപ്ഷനും ഓർമ്മ കിട്ടുന്നില്ല. ഓപ്ഷൻ ഒന്നും കൂടി പറയാമോ? തന്നൊരു ഐഡിയ. നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓട്ടം. ഇടി, ഉഗ്രൻ ഇടി. എവിടെ? കണ്ടോ, ദോ അവിടെ. എന്റെ മുതുകേ. നിർത്ത്. എന്താ പ്രശ്നം? ഞാനൊരു പുതിയ വീട് പണിയുന്നു. ഏറെ താമസം ഇന്നലെയായിരുന്നു. ചങ്ങാതിമാരെ മുഴുവൻ ക്ഷണിച്ചു. ഇവനെ ഞാൻ ക്ഷണിച്ചു. ക്ഷണിച്ചിട്ട് ഇവൻ വന്നില്ലായിരിക്കും. അതിന് ഇങ്ങനെ ഇടിക്കണോ? അതല്ല, ഇവൻ വന്നു. കൂടെ ഒരു കൂട്ടുകാരനെയും കൊണ്ടുവന്നു. എന്താണ് അവന്റെ പേര്? ഗോളികൻ. അയ്യോ, അവലക്ഷണം പിടിച്ച പേരാണല്ലോ. സ്വഭാവം അതാ. ശരിയാ, എന്റെ ചങ്ങാതി എവിടെ ചെന്നാലും എല്ലാവർക്കും പേടിയാ. അങ്ങനെ ഒരുത്തനെയാ ഇവനെന്റെ ബുദ്ധൻ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇതിന്റെ ഫലവും കണ്ടു. എന്തു പറ്റി? ആ ലക്ഷണം കിട്ടാൻ കാലെടുത്ത് വെച്ചത് വീട് താഴെ ഇടിഞ്ഞു വീഴുന്നു. ഗോളികനൊപ്പം കൊണ്ടുവന്നതിന് ഇവനെ ഞാൻ ഇടിച്ചത്. ഇടി കൊടുക്കേണ്ട കേസ് തന്നെ. പക്ഷെ ഇവനെയല്ല, ആ ഗുളികനെ ഇടിക്കേണ്ടത്. ദുശകനമാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് വരാമോ? അത് ശരിയാ. ഓളെ കാണിച്ചതോ, ഞങ്ങൾ ഇടിച്ച് സൂപ്പാക്കി തരാം. അതൊക്കെ സൂത്രൻ തീരുമാനിക്കും. തടിയുള്ള എലിയാണെങ്കിൽ നമുക്ക് 2 പേർക്കും തികയും. ഇനി ഒരു എലി മാളത്തിലും കാൽ കുത്താത്ത തരത്തിൽ അവനെ. ഗുളികൻ വരുന്നു. എലിമാളത്തിൽ നിന്നെ പൊണ്ണങ്കാൽ വെക്കരുതെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇനിയിപ്പോ ഇടി കൊണ്ടോ? കാട് കറങ്ങുന്നുണ്ടെന്ന് മോൻ പറഞ്ഞു. വൈദ്യരോട് പറയാം. വൈദ്യരോടോ? എന്തിന്? തലകറക്കൻ മാറാൻ മരുന്ന് വേണ്ടേ? എടോ മണ്ട, ആ കറക്കമല്ലോ, ഇത് സയൻസ്. മോന് ഈ വിവരം കെട്ടവന് പറഞ്ഞു കൊടുക്ക്. ഇതൊന്നും ഞാൻ പഠിച്ച സമയത്ത് കേട്ടിട്ടില്ലല്ലോ. അന്ന് കാട് കറക്കാൻ തുടങ്ങി കാണില്ല. താൻ മണ്ണ് കൊണ്ട് പന്ത് കാടുണ്ടാക്കണം. മോൻ ഇന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കാനുള്ളതാ. മണ്ണ് കുഴച്ചുരുട്ടി പന്ത് പോലെ ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് വേണം, 1/2 മണിക്കൂറിനകം. അത്ര പെട്ടെന്ന്? ശരി. 10 മണ്ണുണ്ടോ പശ ചേർത്ത് ഉരുട്ടണം, അല്ലെങ്കിൽ പൊട്ടും. തന്റെ തലമണ്ടക്കകത്തെ മണ്ണ് മതിയോട്ടോ മണ്ട. പണിയായി. പശ ചേർത്തുമ്പോ കൈ വേദനിക്കുന്നു. കാട് പന്ത് പോലെയാണെന്ന് പറഞ്ഞ് മാഷ് വേണം ഇങ്ങനെ കുഴക്കാൻ. ശരി വന്നു. എടോ, ഇതൊന്ന് ഉരുട്ടണമല്ലോ. 10 എണ്ണം. 1/2 മണിക്കൂർ സമയമേ ഉള്ളൂ. ഇതെന്തിനോ? കടിയേറ്റ് മോന് കൊടുക്കാനാ. കാട് പന്താണെന്നും ചുറ്റും കറങ്ങും എന്നുമൊക്കെ ആ മണ്ട പറയുന്നുണ്ട്. 1/2 മണിക്കൂറില്ലേ, അത് ഞാൻ ഏറ്റു. താൻ റെസ്റ്റ് എടുത്തോ.
ഞാൻ ഉരുട്ടാം. ഇതാണ് അനുസരണയുള്ള കടുവ കൂട്ടിനുള്ളതിന്റെ ഗുണം. എടോ കടിയാൻ ഇങ്ങോട്ട് വന്നോ? എവിടെയാണോ 10 മണ്ണുണ്ടോ? മോന് പോകാൻ നേരമായി. അത് ശേരുവിനെ ഏൽപ്പിച്ചതാ ചേട്ടാ, ആ മണ്ണൻ. ഞാനിവിടെ ഉണ്ട് സൂത്ര. 1 മണിക്കൂർ കൊണ്ട് 10 അല്ല 12 തവണ ചുറ്റും ഉരുട്ടി. കരടി ചേട്ടാ, ശേരുവിനൊരു അവാർഡ് കിട്ടി. എന്ത് അവാർഡ്? മികച്ച കേൾവി ശക്തിക്കുള്ള അവാർഡാ. അത് കൊള്ളാം. എങ്ങനെ കിട്ടി? അതൊരു കഥയാ. തത്തിത്തോൻ കടുവയുടെ ഗുഹയിലെ ഇറച്ചി കഷ്ണം മോഷണം പോയി. ഞങ്ങൾ നടന്നു പോകുമ്പോ ശേരു കള്ളനെ പിടിച്ചു. അതെങ്ങനെ? ഇറച്ചി ചായ്ക്കുന്ന ശബ്ദം കുറ്റിക്കാട്ടിൽ നിന്ന് ശേരു കേട്ടു. അത് കള്ളനായിരുന്നു. ചവയ്ക്കുന്ന ശബ്ദം കേട്ടതിന് തത്തിത്തോ കേൾവി ശക്തി അവാർഡ് കൊടുത്തത്. ഓഹോ ഓഹോ, പാവൻ ശേരുവിന് നല്ല സന്തോഷമായിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കൊഴുപ്പിക്കണം. അതിനാ ഞാൻ വന്നത്. കരടിച്ചേട്ടൻ ശേരുവിൻ്റെ ഒരു പാട്ടം വരയ്ക്കണം. അവാർഡിന് സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞ് ശരി, ഇപ്പൊ വരും. ശരി, അവാർഡൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ. കേട്ടു അല്ലേ? ഹിഹി, എനിക്കും കേട്ടതിന് അവാർഡ്. ഈ ഇറച്ചി കഷ്ണമോ അവാർഡ്. കരടി ചേട്ടൻ തൻ്റെ ഒരു പാട്ടം വരച്ചു തരും അവാർഡിന്റെ സന്തോഷത്തിൽ. അവാർഡ് പടമാണോ? അനങ്ങാതെ ഇരിക്കണം, നോക്കി വരയ്ക്കാനാ. അവാർഡ് ഇറച്ചി പൊക്കി പിടിച്ചിരുന്നു. ഇത്ര സീരിയസ് ആവണ്ട, ഒരു പുഞ്ചിരിയൊക്കെ വേണം. അങ്ങനെ. ഇവിടെ ഒരു ചിരിയുടെ ശബ്ദം കേട്ടല്ലോ, എന്താ കാര്യം? ശേരുവിന് എന്തു പറ്റി? ഇത് പിടി, ഇത് ചേട്ടനുള്ളതോ. കരടിച്ചേട്ടൻ പടവും വരച്ചു തരും. അതെന്താ ശേരു, എന്തു പറ്റി? എന്നേക്കാൾ കേൾവിശക്തി ഇങ്ങേർക്കോ. ഞാനൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ, ആ ചിരിയുടെ ശബ്ദം പോലും ഈ ചേട്ടൻ കേട്ടു. അയ്യോ, തന്റെ 2 പല്ല് എവിടെ പോയി? ആ കടിയ സിംഹ എന്നെ ഇടിച്ച് നിലംപരശാക്കിയാടോ. നമ്മളെ പോലുള്ള പച്ച പാവങ്ങളെ ഇടിക്കല്ലേ ഇപ്പൊ മൂപ്പരുടെ പ്രധാന ഹോബി. താനെന്തോ ആലോചിക്കുന്നത്? ആ പോക്കിരി ഒന്ന് കൊടുക്കണം. ഇടിയുണ്ട തലയായതുകൊണ്ട് ഗമണ്ട സൂത്രങ്ങളൊന്നും തോന്നുന്നുമില്ല. പഴയ വിദ്യ തന്നെ നോക്കാം. കുഴി കുഴിച്ച് വീഴ്ത്തുന്ന വിദ്യ. താനൊരു കാര്യം ചെയ്യ്, ഇവിടെ ഒരു കുഴി ഉണ്ടാക്ക്. നല്ല വലിപ്പം വേണം. ഒരു ആനയ്ക്ക് ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലം വേണം. അതെന്തിനോ? വീഴുന്നത് സിംഹമല്ലേ. ഇരിക്കട്ടട്, ഒരു കാര്യം ചെയ്യുമ്പോ വിശദമായിട്ട് ചെയ്യണ്ടേ? പെട്ടെന്ന് തീർക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ കടിയനെ ഇതുവഴി ഓടിച്ചു കൊണ്ടുവരും. ഇരിക്കുന്ന കടിയൻ. നീ പിന്നെ വന്നു. ഓടിവാ, ശരിയാക്കി തരാം. ശരി, മരത്തിൽ കയറി ഇരിപ്പായോ? പണി തീർന്ന മട്ടുണ്ട്. സൂത്ര സ്റ്റോപ്പ്. എന്താ, കുഴി റെഡിയായില്ലേ? കുഴി റെഡി. വലുപ്പവും ടെസ്റ്റ് ചെയ്തു. അതിനുവേണ്ടി ഒരുത്തനെ കുഴിയിലിറക്കി നോക്കിയതാ. ഇപ്പൊ മൂപ്പർക്ക് കേറാൻ പറ്റുന്നില്ല. മോനെ കൊണ്ടുപോയി കാഴ്ചകൾ കാണിക്കണം. കാഴ്ചയോ? അത് ആശു പറഞ്ഞിട്ടാ. ആദ്യം പഴുത്ത പഴം കാറ്റത്ത് വീഴുന്നത് കാണിക്കണം. പിന്നെ മലയിലെ കല്ലുകൾ താഴേക്ക് ഉരുണ്ടു വീഴുന്നത് കാണിക്കണം. അത് കഴിഞ്ഞ് കടൽ കാണിക്കണം. അയ്യോ, അതും വീഴുന്നതാണോ കാണിക്കേണ്ടത്? തെറ്റിപ്പോകരുത്. കാറ്റത്ത് പഴം, ഉരുളുന്ന കല്ല്, കടൽ. കാറ്റത്ത് കല്ലുരുണ്ടാൽ കുഴപ്പമുണ്ടോ സൂത്ര? ഇപ്പൊ പോയാൽ ഉച്ച കഴിയുമ്പോഴേക്കും എത്താം. വലിയ റിസ്ക് ഇല്ല, ചുമ്മാ കാണിച്ചാൽ മതിയല്ലോ. ഇതാണ് പഴുത്ത പഴം. 3 എണ്ണമുണ്ട്, കണ്ടോ? വീണു. ഇനി കല്ല് കാണാൻ പോവാം.
കൂടി വീണു. ഇനി പോകാം. താൻ പോയി മരം പതുക്കെ ഒന്ന് കുലുക്ക്, മണ്ടനറിയില്ല. ആ വീണു. ഇനി കല്ല് കാണാൻ പോകാം. ദാ കല്ല് ഉരുണ്ടു. വാ ഇനി കടല് കാണാൻ പോകാം. എടോ താൻ ചെന്ന് മറ്റേ കല്ലു തല്ലി വിട്. ദാ ഉരുണ്ടു. ഇനി വാ. എടോ താനിവനെ കടല് കാണിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാം. അത് ശരി, ഇവിടെ കിടന്ന് ഉറക്കമാണ്. മോനെ വിടറോ. നേരെ വിരുട്ടി തുടങ്ങി. ശരി വന്നില്ലേ? ഇപ്പൊ വിളിക്കാം. കടലിലെ തിരമാല ഫുള്ള് തീർത്തിട്ട് വരാമെന്നോ പറയുന്നത്. എന്തോ എന്തോ കാര്യം? ആസൂത്രം ചത്തുപോയെന്ന്. എന്തോ പറഞ്ഞത്? അത് അത് തന്റെ കൂട്ടുകാരൻ ചത്തു. സൂത്രൻ ചത്തോ? എന്റെ സൂത്ര താൻ എന്നെ വിട്ടു പോയല്ലോ. തലയുടെ ഗ്യാസ് പോയി. അങ്ങനെ ഒരുത്തന്റെ ശല്യം തീർന്നു. വലിയ കൂട്ടായിരുന്നില്ലേ ആ സൂത്രനും ചേരും. ഏതായാലും ഒരുത്തൻ ചത്തു കിട്ടി. ചേരു ചത്തോ? കഷ്ടമായി പോയി. മണ്ടനാണെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു. ഏതായാലും അവിടം വരെ ഒന്ന് പോയി നോക്കാം. അതാരാ ഓടി വരുന്നത്? അയ്യോ എന്റെ അമ്മ, പ്രേതം! ചേട്ടാ, ചേട്ടു, ഓയ്, ഇതെന്താ പരിപാടി? എനിക്കൊന്നും പിടി കിട്ടിയില്ല. ഇതെന്താണെന്ന് മനസ്സിലായോ? കുഴല്. വെറും കുഴലല്ല, ഏതോ മരുന്ന് ചെടിയുടെ തണ്ടാ. ഇതിനകത്ത് വെള്ളം നിറച്ച് കുടിച്ചാലേ പനി മാറും. ആർക്കാ പനി? കൊടിയൻ സിംഹത്തിനാ. കുഴലില് വെള്ളം കൊണ്ടുവരാൻ ഞങ്ങളെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. പുരാണം പറഞ്ഞിരിപ്പാണോ? ഏൽപ്പിച്ച പണി ചെയ്യടോ. ചേട്ടാ, ചേട്ടു, ഓയ്, എന്താ? എന്നെ കൊണ്ടുപോകാമോ? ഞാൻ ഇതുവരെ കടിയനെ കണ്ടിട്ടില്ല. നോ, പറ്റൂല. കണ്ട പീക്കിരിത്തവളകൾക്ക് പോകാനുള്ള സ്ഥലമല്ല കടിയന്റെ ഗുഹ. പ്ലീസ് ചേട്ടാ. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. ചേട്ടാ, ചേട്ടു, ഓയ്, ഞാനും വരട്ടെ? നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത്? അവൻ കാരണം കോൺസെൻട്രേഷൻ പോയി. വേഗം എടുക്ക്, നേരം വൈകി. വലിച്ചു കയറ്റിക്കോ, ഫുള്ളായിട്ട് കേറിക്കോട്ടെ. ഇല്ലെങ്കിലേ ഇനിയും വരേണ്ടി വരും. കടിയൻ ചേട്ടാ, ഞങ്ങളെത്തി. വാടകത്തേക്ക്. ഒഴിച്ചോ. എവിടെ? വല്ല ഇലയും തടഞ്ഞു കാണും. ഊതി നോക്കടേ. അയ്യോ, നിങ്ങളുടെ കൂടെ വരണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതാ. വലിച്ചകത്ത് കയറ്റിയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? എന്റെ കോട്ടുമുത്തപ്പോ നിരന്നിരക്കാണ് ഇരിപ്പ് കണ്ടോ? ശരി, ഒന്നേ പിടിച്ച് ചുട്ട് തിന്നാലോ. എന്ത് ചുട്ടു തിന്നുന്ന കാര്യമോ? ആ കല്ലോ? എന്റെ മണ്ടച്ചാരി, അത് കല്ലല്ല, ആമയാ. സകലതും ഉറക്കമാ. താൻ പോയി മുഴുത്ത ഒന്നിനെ എടുത്തോണ്ട് വാ. ഇവൻ മതിയോ സൂത്ര? ഇത് തീരെ ചെറുതായിപ്പോയി. വലുത് നോക്കി കൊണ്ടുവാ. ഇതോ? വലുപ്പമുണ്ട്. എടേ, ഇതിനകത്ത് ആളില്ലല്ലോ. ഇത് താൻ തന്നെ ചുട്ട് തിന്ന്. തനിക്ക് ഒരു ചാൻസ് കൂടി തരുന്നു. ഇവൻ കൊള്ളാം. ഇങ്ങോട്ട് നീട്ടടാ കഴുത്ത്, നിന്നെന്ന് കാണട്ടെ. അപ്പൊ അനുസരണയുണ്ട്. ഹമ്പടോ, ഇവന്റെ ഒരു ഗൗരവം കണ്ടില്ലേ? ചുട്ടു തിന്നുമ്പോ ഈ ഗൗരവമൊക്കെ തീരും. ഇവന്റെ കഴുത്തിന് ഇത്രയും നീളം. നിനക്കെന്നെ ചുട്ടു തിന്നണം അല്ലേടാ? എവിടെങ്കിലും ചുരുണ്ടുകൂടി ഉറങ്ങാനും സമ്മതിക്കില്ല.
അയ്യോ, ആനച്ചേട്ടൻ. അല്ല ശരു, ഇത് ആനച്ചേട്ടനല്ല, വേറെ ഏതോ ആനയാ. നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? ഞാനില്ല. താൻ വാടോ. നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞാൻ സൂത്രൻ. ദാ അത് ശരു. ഹിഹി, ആളൊരു മണ്ടനാ. എന്താ വിശേഷിച്ച്? ഷാപ്പാട് അന്വേഷിച്ചിറങ്ങിയതാ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാതായി. എന്റെ സ്ഥിതി അത് തന്നെ. നല്ല വിശപ്പ്, കണ്ണു കാണാൻ വയ്യ. എന്നാ പിന്നെ താൻ എന്റെ കൂടെ കൂട്. കയ്യടാ. കേറിക്കോ. ദാ കേറി. വഴി പറഞ്ഞു തരണം. ഇവിടെ ഒന്നും വലിയ പരിചയമില്ലല്ലേ? ഞാനീ കാട് കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ അല്ലേ ഓരോരുത്തർ പരിചയപ്പെടുന്നത്. നേരെ പോയാൽ ഒരു കരിമ്പിൻ തോട്ടമുണ്ട്. എന്നാൽ നേരെ പോയേക്കാം. ഈ കാട്ടിലെ ഏറ്റവും എടുക്കൻ ഞാനാ. വേറെ ആരെയും വിശ്വസിക്കാൻ കൊള്ളി. താനിത് എങ്ങോട്ടാ? ഗ്രിം. കുഴിയുണ്ടെന്ന് താനെന്താ പറയാഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കണ്ണ് കാണാൻ വയ്യെന്ന്. വൈദ്യരേ, വൈദ്യരേ, സൂത്രന്റെ കൈ മടങ്ങുന്നില്ല. ഇന്നലെ രാത്രി ഒരു മയിലിനെ തിന്നു. ഇപ്പൊ വലതു കൈ വടി പോലെ നിൽക്കുന്നു, മടങ്ങുന്നില്ല. എങ്കിൽ മൊയിലിറച്ചിയിൽ വിഷം കാണും. ദാ ഈ പച്ചില നീര് കയ്യിൽ പുരട്ടണം, കൈ മടങ്ങും. വൈദ്യരേ, തന്ന മരുന്ന് മുഴുവൻ വലത്തെ കൈയിൽ പുരട്ടി. ഇപ്പൊ ഇടത്തെ കൈ വടി പോലെ. കുറച്ചു മരുന്നും കൂടി തരാം. വൈദ്യേ, ഇപ്പൊ വലത്തെ കാല് കളയുന്നില്ല. കൊണ്ടുപോയ മരുന്നും തീർന്നു. ശല്യമായല്ലോ. സ്റ്റോക്ക് ഉള്ള മരുന്ന് മുഴുവനും ഉണ്ട്. ഇനി വടി പോലെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങ് വന്നേക്കരുത്. വൈദ്യരേ, വൈദ്യരേ, പിന്നെയും മരുന്ന് മുഴുവൻ പരട്ടി വൈദ്യരേ. പക്ഷെ സൂത്രന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. സൂത്രന് ഇത്രയും വളവ് വേണ്ടെന്ന്. തന്നെ ഞാൻ. മുൻകോപം മാറാൻ മരുന്നുണ്ടോ? നന്നായി മുറുക്കി കെട്ടണം. അതിരാവിലെ ഇങ്ങനെ 100 തവണ ആടിയാലേ സൗന്ദര്യം കൂടുമെന്ന്. 90 പറഞ്ഞതല്ലേ മുറുക്കി കെട്ടണമെന്ന്. ഇത്രമാത്രം മുറുക്കി കെട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. താനെന്തന്നെ കൊല്ലാൻ ഇറങ്ങിയതാണോ? ഇനിയും കേട്ട കഴിഞ്ഞാലുണ്ടല്ലോ തന്നെ ഞാൻ തല്ലിക്കൊന്നുകൂടെ കെട്ടി തൂക്കും. എന്തോ ഒരു ശബ്ദം. കാട്ടുകുത്തപ്പോ രക്ഷിക്കണേ. എന്റെ കാട്ടുകുത്തപ്പോ, നീ തന്നെ തുണ. കാട്ടുകുത്തപ്പോ ചതിക്കല്ലേ. കാട്ടുകുത്തപ്പോ കാത്തോളണേ. ശരി, തനിക്ക് ഇത്ര സ്നേഹമുണ്ടെന്ന് അറിഞ്ഞില്ല. താൻ പ്രാർത്ഥിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടത്. ശരിയോ? പ്രാർത്ഥിച്ചത് കൊണ്ട് കെട്ടഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ കുടുങ്ങി പോയേനെ. തീരെ സുഖമില്ല, വാലിന് വേദനയുണ്ട്. വാലാട്ടുമ്പോൾ ചൂടുണ്ടോ? ചൂടുള്ളപ്പോൾ വാലാട്ടാറുണ്ട്. ഉണ്ട് വൈദ്യരേ, വാലാട്ടുമ്പോൾ ചൂട് തോന്നാറുണ്ട്. ഇത് വാൽജ്വരം എന്ന അസുഖമാ. വാലിന് വരുന്ന ഒരു തരം പനി. റെസ്റ്റ് വേണം. വാലിന് മാത്രം റെസ്റ്റ് കൊടുത്താൽ മതിയോ? വാലിന് മാത്രമല്ല, ഫുൾ റെസ്റ്റ് വേണം. വാൽജ്വരം ബാധിച്ചാൽ വിശ്രമമാണ് പ്രധാനം. വാൽജ്വരം ബോധിച്ചോ എന്ന് എങ്ങനെ അറിയും? ബോധിക്കൽ അല്ല, ബാധിക്കൽ എന്ന് വെച്ചാൽ പിടിപെടൽ. അപ്പൊ പിടിപെടലിന് എന്തു പറയും? ഗുഹയിൽ പോയി റെസ്റ്റ് എടുക്കാം. ഇന്ന് സൂത്രൻ എവിടെ? ഗുഹയിലോ? വാൽജ്വരം ബാധിച്ചു. ഓ, ബാധിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ? ബാധിക്കുക എന്ന് പറഞ്ഞാൽ പിടിപെടുക. അതല്ല, വാൽജ്വരം എന്ന് പറഞ്ഞതാ മനസ്സിലാവാത്തത്. എന്ന് വെച്ചാൽ വാലിൽ പനി. ആണോ? വാലിന് പനി വന്ന ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേന്നെ, പനി വന്നാൽ തണുത്ത് വിറക്കില്ലേ? ഇവന്റെ വാലും വിറച്ചു. പക്ഷെ അവൻ ബുദ്ധിമാനാ, പനി പകരാതെ നോക്കി. അതെങ്ങനെ? പനി തലയ്ക്ക് പകരാതിരിക്കാൻ ഒരു സൂത്രം ചെയ്തു.
റെസ്റ്റ് അല്ലേ? അത് വൈദ്യര് പറഞ്ഞു. റെസ്റ്റ് ഒന്നുമല്ല, വേറെ സൂത്രമാ. സൂത്രനും ചെയ്യാം. പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവരാം. സൂത്ര, അവന്മാര് വന്നിട്ടുണ്ട്. വാൽ മുറിച്ച് കളഞ്ഞാൽ മതി, പിന്നെ പകരില്ല. ആരാടോ മണ്ട സ്വന്ന് പാൽ മുറിച്ച് പാനി മാറ്റിയത്? ഒരു പല്ലിയ, മുറിച്ച വാൽ വിറയ്ക്കുന്നത് ഞാൻ കണ്ടതാ. ഷേരുവിന് പനിയാ, കാലിന് വേദനയും ഉണ്ട്. ഈ മരുന്ന് കഴിക്കണം. പിന്നെ തല വെയിലടിക്കരുത്, പനി കൂടും. ഗുഹയിൽ റെസ്റ്റ് എടുക്കാം. അതും പറ്റില്ല, ദിവസവും 1 മണിക്കൂർ വെയിലത്ത് നടന്നാലേ കാലുവേദന മാറൂ. ഷെടാ, അതെങ്ങനെ? ഗുഹയിൽ തുള്ളയിട്ട് വെയില് വരുത്തി അകത്ത് നടന്നാലോ? ഒരു തൊപ്പി വെച്ച് നടന്നാൽ പോരെ? അത് ശരിയാ. അമ്മേ, അകലേക്ക് കാണാനില്ല, തൊട്ടു മുന്നിലേ കാണാനുള്ളൂ. നടക്കാൻ അത് മതി. താൻ നടന്നോ, ഞാൻ ഗുഹയിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. തനിക്ക് കാലുവേദന ഇല്ലല്ലോ, റെസ്റ്റ് എടുത്തോ. ഇതെന്താ? എന്തിനാ ചേട്ടാ തൊപ്പി? സൂത്രൻ ചേട്ടൻ എവിടെ? പനിയോ? സൂത്ര റെസ്റ്റ് എടുക്കുകയോ? അപ്പോ തൊപ്പി? അതല്ലോ പറഞ്ഞത്, പനി മാറാനോ. പനി മാറാൻ ചേട്ടൻ ഇങ്ങനെ ചെയ്താൽ മതിയോ? മതി, വൈദ്യര് പറഞ്ഞു. സത്യത്തിൽ ആർക്കാ പനി? സൂത്രൻ ചേട്ടനായിരിക്കും. റെസ്റ്റ് എടുക്കുന്നത് അങ്ങേരല്ലേ? ഇതെന്റെ ഫ്രണ്ടാ. 3 ദിവസമായി പനിയാ. 3 ദിവസമോ? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? കഴിഞ്ഞ ആഴ്ച ശരിച്ചേട്ടൻ ചെയ്തതുപോലെ ചെയ്തതാ. ശരി, എന്തു ചെയ്തെന്നാ? വൈദ്യർ പറഞ്ഞിട്ട് തൊപ്പി വെച്ച് നടന്നില്ലേ? ഇവന്റെ ഫ്രണ്ടായ ഞാൻ തൊപ്പിയും വെച്ച് നടന്നതാ, പക്ഷെ ഇവന്റെ പനി മാറിയില്ല. ഇവന് പനി വന്നാൽ താൻ എന്തിനാ തൊപ്പി വെക്കുന്നത്? ഫ്രണ്ടിന് പനി വന്നാൽ നമ്മൾ തൊപ്പി വെക്കണ്ടേ? സൂത്രൻ ചേട്ടന് പനി വന്നപ്പോഴല്ലേ ശരിച്ചേട്ടൻ തൊപ്പിയും വെച്ച് നടന്നത്. ഈ മരുന്നുകായ കഴിക്ക്, അസുഖം മാറണ്ടേ? എനിക്ക് വേണ്ട, കയ്പാ. വലിയ കയ്പൊന്നുമില്ല, കഴിച്ചോ? അല്ല, കയ്പാ. പെട്ടെന്ന് കഴിച്ചാൽ കയ്പ് തോന്നില്ല. ഞാനൊരു കഷ്ണം കടിച്ചു നോക്കി. ഞാൻ പറഞ്ഞതല്ലേ പെട്ടെന്ന് കഴിക്കാൻ. എന്നാൽ ഇനി പഴത്തിൽ ഒളിപ്പിച്ചു വെച്ച് കഴിക്കാം, കയ്പ് അറിയില്ല. വേണ്ട, ഈ പഴത്തിന് മധുരമില്ല. ഉണ്ടെന്നേ, മധുരമുണ്ട്. ഇല്ല ഇല്ല. ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അമ്മ നുണ പറയുകയാ. അല്ലെന്നേ, ഇതിന് മധുരമുണ്ട്. ഇല്ല ഇല്ല ഇല്ല. മധുരമുണ്ട് സൂത്ര, ഞാൻ തിന്നു നോക്കി, മധുരമുണ്ട്. അത് തിന്നു? ആകെ ഉണ്ടായിരുന്ന പഴമാ. നമ്മുടെ കാട്ടിലൊരു പുതിയ ജീവി വന്നിട്ടുണ്ട്. പുതിയ ജീവിയോ? എന്താ പേര്? പേര് ഓർമ്മയില്ല. സ്വന്തം പേര് ഓർമ്മയില്ലാത്ത ജീവിയോ? അവനല്ല, എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞത്. ഇത്രയും പൊക്കം കാണും, ഇത്രയും തടിയും കാണും. കൊമ്പുണ്ടോ? കൊമ്പില്ല. കണ്ണും വായുമൊക്കെ ഉണ്ടോ? ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അവൻ പിന്നെയും വരുന്നു. ഇപ്പോഴാ ഓർത്തത്, അവന്റെ പിന്നിൽ ഒരു പുലി ഉണ്ടായിരുന്നു. പുലിയോ? എന്നിട്ട് അവൻ ഓടുകയാണോ? ഓടുകയൊന്നുമല്ല, നടക്കുകയാ. അവന് പേടിയില്ലേ? പേടിയോ? എന്തിന്? കൊള്ളാമല്ലോ, ഒരു പുലി പിന്നാലെ വന്നിട്ടും പേടിയില്ല. മിക്കവാറും ആ പുലി അവന്റെ അടിമയായിരിക്കും, അതാ പിന്നാലെ നടക്കുന്നത്. അതിപ്പോ ഞാനും തന്റെ പിന്നാലെ നടക്കുന്നില്ലേ? അത് പക്ഷേ അടിമത്തമല്ലല്ലോ. അടി മൊത്തം തനിക്ക് കിട്ടാറുണ്ടല്ലോ. അടി മൊത്തം എന്നല്ലടോ, അടിമൊത്തം. അടിമയായി ജീവിക്കൽ. എന്നാലും ആ അടിമത്തപ്പുലി എന്തിനാ അവന് പിന്നാലെ നടക്കുന്നത്? അവൻ പിന്നെ കൂടെ ആരും ഉണ്ടല്ലോ. ഇവനാണ് ഞാൻ പറഞ്ഞ പുള്ളി. ഇത് കഴുതപ്പുലിയാ? അത് തന്നെ പേര്, കഴുതപ്പുലി. ഞാൻ പറഞ്ഞില്ലേ, പേരിന്റെ പിന്നിലൊരു പുലിയുണ്ട്. പുലികൾ വിളിച്ചാൽ മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ, മൊയില് വിളിച്ചാൽ ചെവി നീട്ടി മുന്നിൽ വന്നു ചിരിപ്പവനെ.
പറയൂ, എന്തിനാ വിളിച്ചത്? ആയ്, എത്തപ്പൻ അല്ല മുത്തപ്പൻ എത്തി. എനിക്ക് നാളെ പരീക്ഷയാ, അതൊന്ന് എളുപ്പമാക്കി തരണം. ഏ, നീ നന്നായി പഠിച്ചിട്ടുണ്ടോ? അത് ഇല്ല. പിന്നെങ്ങനെ പരീക്ഷ എളുപ്പമാകും? കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് എന്റെ അമ്മ പറഞ്ഞല്ലോ. ഒന്നും നടക്കില്ലല്ലേ? ഛേ, അതല്ല. ഈ കാട്ടുമുത്തപ്പന് ഒരു കഴിവുമില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, പരീക്ഷ നടത്തിലല്ല കാട്ടുമുത്തപ്പന്റെ ജോലി. ഇതൊന്നും പറ്റില്ലെങ്കിൽ എന്തിനാ കാട്ടുമുത്തപ്പനെ ഞെളിഞ്ഞു നടക്കുന്നത്? മുയൽ വേഷം കെട്ടി ആ പയ്യന്റെ മുമ്പിൽ ചെന്നപ്പോഴേ ഞാൻ അപകടം മണത്തതാ. അവന് പരീക്ഷ എളുപ്പമാക്കണമെന്ന്. ഞാൻ എന്തു ചെയ്യാനാ? സൂത്ര, താനൊരു വഴി പറ. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കുക. മോഷണമോ? കാട്ടുമുത്തപ്പന്റെ ഇമേജ് സേഫ് ആക്കി നിർത്താൻ വേറെ വഴിയില്ല. ഇപ്പൊ ചെന്നാൽ കരടി മാഷ് ഉറക്കമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഷടപടേന്ന് പകർത്തുക, തിരിച്ചു കൊണ്ടുവയ്ക്കുക. അത് വേണോ? വേണം. വേഗം ചെല്ല്, മാഷ് 1 മണിക്കൂറായി ഉറങ്ങൂ. ഇട്ടി ഇത് പകർത്തിയിട്ട് പയ്യന് കൊടുക്കാം. വരാൻ പോകുന്ന ചോദ്യം മുൻകൂട്ടി അറിയാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് വിചാരിച്ചോളൂ. ചേടോ, ഇത് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. കൈയക്ഷരം മഹാബോറ. എന്തോ സൂത്രോ? ശരി, ഈ കൈയക്ഷരം വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ അർജന്റായി ഒരാളെ കിട്ടണം. ആളുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. സൂത്ര, ആളെ വിളിച്ച് വായിപ്പിക്കുന്നതൊക്കെ റിസ്ക് അല്ലേ? വേറെ ആരോടും പറയരുതെന്ന് പറയാം. കരടി മാഷോ, ഏത് കൈ അക്ഷരവും വായിക്കും. ഈ പേപ്പർ. ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാ. ശരിയുമുണ്ട്. ശരി. സൂത്രന്റെ അമ്മേ, ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാ. സൂത്രനുമുണ്ട്. ശരി ശരി. സൂത്രന്റെ അമ്മേ, കുട്ടികൾ എങ്ങോട്ട് പോയതാ? കുളത്തിലേക്ക്. കാലും മുഖവും കഴുകാനാകും. കുട്ടികളെ കുളത്തിൽ ഒറ്റയ്ക്ക് വിടുന്നത് സൂക്ഷിച്ചു വേണം. കഴിഞ്ഞ ആഴ്ച ഒരു ചെന്നായക്കുട്ടി കുളത്തിൽ വീണു. അയ്യോ, വേഗം അവരെ വിളിക്കാം. സൂത്ര, ശരിയോ, ഇങ്ങോട്ട് വാ. കുളത്തിൽ പോകണ്ട, വെള്ളം ഇവിടെയുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്ക് പോയാൽ കുളത്തിൽ വീഴും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കുളത്തിൽ പോയത് എന്തിനായാലും ഈ വെള്ളത്തിൽ ചെയ്താൽ മതി. പക്ഷേ വെള്ളം അധികം ചെലവാക്കരുത്. ബ്ലക് ബ്ലക് ബ്ലൂം ബ്ലൂ. സൂത്ര, നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? കുളത്തിൽ പോയി കാര്യം ചെയ്യുകയാ. കരയിൽ നിന്ന് കുളത്തിലേക്ക് വല്ലറിയാനാ ഞങ്ങൾ പോയത്. ബ്ലക് ബ്ലൂ. അയ്യോ, തീ. സൂത്ര, പുല്ലു നന്നായി വളരാനാണോ നനയ്ക്കുന്നത്? മണ്ടച്ചര്, തീ കെടുത്തിയതാടോ. അയ്യോ, തീയോ? കൃത്യസമയത്ത് കണ്ടതുകൊണ്ട് കെടുത്താൻ പറ്റി. ചൂട് കൂടി വരികയാ. ഇനിയും തീപിടുത്തത്തിന് സാധ്യതയുണ്ട്. ഐഡിയ, തീ പെട്ടെന്ന് കെടുത്താൻ പരിശീലനം കൊടുത്താലോ? താൻ പോയി കുറച്ചു പേരെ വിളിച്ചോണ്ട് വാ. തീ പെട്ടെന്ന് കെടുത്താനാണ് പഠിക്കേണ്ടത്. ഒരുമിച്ച് വർക്ക് ചെയ്താൽ പെട്ടെന്ന് കെടുത്താം. കെടുത്തുന്നതിന് മുമ്പ് തീ കൃത്യസമയത്ത് കാണണം. തീ കെടുത്താനുള്ള ജോലികൾ വീതിച്ചെടുത്ത് ചെയ്യാം. ഒരാൾ വെള്ളം കൊണ്ടുവരുന്നു, രണ്ടാമൻ ഈ പുല്ല് കത്തിക്കുന്നു, മൂന്നാമൻ വെള്ളം ഒഴിച്ച് കെടുത്തുന്നു. അപ്പോ കൃത്യസമയത്ത് കാണുന്ന ജോലി ആര് ചെയ്യും? വെള്ളം കൊണ്ടുവരുന്നവൻ നടന്നാൽ പോരാ, ഓട്ടി വരണം. രണ്ടാമൻ ഈ പുൽക്കൂന കത്തിക്ക്, കിർക്രേ. മൂന്നാമൻ വെള്ളം വാങ്ങി ഒഴുക്കി, സ്പീഡ് വേണം. പ്ലീസ്. ഇനി വേറെ പുല്ല് കത്തിക്കാം. എന്നിട്ട് മൂന്നാമൻ വെള്ളം കൊണ്ടുവാ. മാറി മാറി ചെയ്താലേ എല്ലാവരും പഠിക്കൂ. പ്ലീസ്. പുല്ല് മാറ്റി ഒരു തവണ കൂടി ചെയ്തോ? ശരി, താൻ നോക്കണം. സൂത്ര, വെള്ളം കൊണ്ടുവരുന്നവന് പോകാറായെന്ന്. ജോലി തീർത്തിട്ട് പോയിക്കോട്ടെ. പറ്റില്ല, ജോലി തീർത്തിട്ട് പോയാ മതി.
തീർക്കാതെ തന്നെ വിടുന്ന പ്രശ്നമില്ല. എന്താ ഇവിടെ പ്രശ്നം? വെള്ളം കൊണ്ടുവന്നവൻ നേരത്തെ പോയി. പുല്ല് കത്തിക്കേണ്ടവൻ ജോലി തീർത്തിട്ടില്ല. തീ കെടുത്തുന്നവനെ കാണാനില്ലല്ലോ. അവൻ പുല്ലിൽ വെള്ളമൊഴിച്ച് നേരത്തെ പണി തീർത്ത സ്ഥലം വിട്ടു. കിർക്രേ. ചേ, ഈ പുല്ലെന്താ കത്താത്തത്? ചേട്ടാ, ഞങ്ങളൊരു സാധനം കാണാൻ പോകുകയാ. കടുവ പല്ലിൽ ഒരു കുരങ്ങൻ പടം വരച്ചിട്ടുണ്ടത്രേ. അത് തെറ്റാ, കടുവയല്ല, പുലിയാ. അല്ല, കടുവയാ. അല്ല, പുലിയാ. ആരെങ്കിലും ആകട്ടെ, പടം വരച്ചു, അത്രയല്ലേ ഉള്ളൂ. ഇവൻ പറഞ്ഞത് തെറ്റാ, പടമല്ല, ശരിക്കും ശില്പമാ. ശില്പമല്ല, പടമാ. അല്ലല്ല, ശില്പമാ കൊത്തിയിരിക്കുന്നത്. അല്ല, പടമാ കൊത്തിയിരിക്കുന്നത്. മണ്ട, പടം കൊത്തുമോ? കൊത്തില്ല, പക്ഷേ പാമ്പ് ആണെങ്കിൽ കൊത്തും. കാര്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങളാ പടം കാണാൻ ജലദോഷിക്കുന്നിൽ പോകുന്നു. ജലദോഷിക്കുന്നിലല്ല, മൂക്കൻ കുന്നിലാ. അല്ല, ജലദോഷിക്കുന്നിലാ. ഏതെങ്കിലും ആകട്ടെ, ഏതായാലും മൂക്ക് വഴിയാണല്ലോ ജലദോഷം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പറയാം. ചേട്ടൻ വാങ്ങിക്കോ. പൊല്ലിൽ വരച്ച പടം, സംഗതി കൊള്ളാം. ഏത് കടുവയുടെ പല്ലിലോ? പണ്ടെന്നോ ചത്തുപോയ കടുവയുടെ പല്ല. അങ്ങനെ വേറെ പല്ല് കിട്ടിയാൽ വേറെ പടം വരപ്പിക്കാം. എനിക്ക് പണ്ടെന്നോ ചത്തുപോയൊരു അപ്പൂപ്പനുണ്ടായിരുന്നു. പക്ഷെ ചാവുമ്പോ പല്ലില്ലായിരുന്നു. എന്തിനാ വേറെ പല്ലേ? ചേട്ടൻ കടുവയല്ലേ, ചേട്ടന് പല്ലില്ലേ? ചേട്ടൻ പണ്ടെന്നോ ചത്തിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അത് ശരിയോ, എന്റെ പല്ലിൽ വരപ്പിക്കാം അല്ലേ? എന്ത് വരയ്ക്കുന്ന കാര്യമാ ശരു? ചത്തവരുടെ പല്ലിൽ പടം വരയ്ക്കുന്ന കുരങ്ങനുണ്ടത്രേ. എന്റെ പല്ലിലും വരയ്ക്കുമോ എന്ന് ചോദിക്കാൻ പോകുകയാ. സംഗതി സേഫാണോന്ന് നോക്കിയിട്ട് മതി വരപ്പിക്കലൊക്കെ, കേട്ടോ? ഞങ്ങള് പോയി ചോദിച്ചിട്ട് വരാം. ഞങ്ങൾ കണ്ടു, സൂപ്പർ പടമാ. ഇവൻ പറഞ്ഞത് തെറ്റാ, ശില്പമല്ല, പടം തന്നെയാ. ഇവൻ പറഞ്ഞത് തെറ്റാ. അങ്ങനെ മൂക്കൻ കുന്നിലാ, ജലദോഷക്കുന്നിലല്ല. ജീവനുള്ളവരിൽ ചെയ്യില്ലത്രേ. ചേട്ടൻ വന്നൊന്ന് നിർബന്ധിച്ചാൽ മതി, സമ്മതിക്കും. പിന്നെ ഒരു കാര്യം, ഞങ്ങള് രണ്ടുപേരും പറഞ്ഞത് തെറ്റാ. അതെന്തോ? പല്ലിലല്ല, എല്ലിലാ അങ്ങേര് പടം വരയ്ക്കുന്നത്. നല്ല രസം. സൂത്ര, എന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നതാ ഈ സൂത്രം. വാ, ആടി കളിക്കാം. നീ അപ്പുറത്തിരുന്നോ? വീഴുമോ? പിടിച്ചിരുന്നാൽ മതി, വീഴില്ല. എന്താ ഈ സൈഡ് താഴാത്തത്? ഷേരുവിന് വെയിറ്റ് കൂടുതലാ. ഞാനും സൂത്രന്റെ കൂടെ ഇരിക്കാം. എന്നിട്ടും താഴുന്നില്ല. അച്ഛനോട് പറയാം, ഇത് കേടായി എന്ന് തോന്നുന്നു. ഇനി പിടിച്ചിരുന്നത് മതിയല്ലേ? അത് ശരി, നീ വേരിലാണോ പിടിച്ചത്? പിന്നെ എങ്ങനെ മറ്റേ സൈഡ് പൊങ്ങും? ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോ ഒരു കലക്കൻ ഐഡിയ കിട്ടി ശരു. വെള്ളത്തിൽ ചാടി കലക്കാനാണോ? കടിയനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു സൂത്രം കിട്ടി. ഏയ്, വെള്ളത്തിൽ ചാടാൻ കടിയന് ഇഷ്ടമാവില്ല. താനി ചാട്ടത്തിന്റെ കാര്യം നിർത്ത്. എടോ, കടിയന്റെ വ്യത്യസ്തമായ ഒരു ശില്പം ഉണ്ടാക്കുന്ന കാര്യമാ വെള്ളച്ചാട്ട ശില്പം. അതെന്ത് ശില്പം? ആ പാറയുടെ രണ്ടു വശത്തു കൂടിയ വെള്ളം വീഴുന്നത് അല്ലേ? അതിന് ആ കല്ലിൽ രണ്ട് ചെവിയും രണ്ട് കണ്ണും മൂക്കും വായും വരച്ചാൽ കടിയനെ പോലെ ആയില്ലേ? വെള്ളം സട പോലെ തോന്നും. ഹിഹി. ഇത് മതി. താഴെ നിന്ന് നോക്കിയാൽ കറക്റ്റ് വ്യൂ കിട്ടും. അയ്യോടോ, ഇത് സൂപ്പർ. ഞാൻ കടിയനെ വിളിക്കാം. ഞാൻ പോയി വിളിക്കണോ? വേണ്ട, ഞാനാവാം. ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ. മുഖം മാത്രമല്ല, ശരീരവും വേണ്ടതായിരുന്നു അല്ലേ സൂത്ര? തൽക്കാലം ഇത് മതി. ചേട്ടന് ശരിക്കും സർപ്രൈസ് ആകും. വ്യത്യസ്ത ശില്പമാ. ഇതാണോ ഞാൻ? ഇത്രയും കൂടെ വയറുണ്ടോടാ എനിക്ക്? അത് ഞാൻ ഓനച്ചേട്ടനെ വിളിച്ച് ശരീരം കൂടി വെച്ചതാ. താഴത്തെ കല്ല് മാറ്റി കടിയനെ ഒന്നുകൂടി വിളിച്ച് കാണിച്ചാലോ? കാർന്നൂര് കൊറേ നേരമായല്ലോ ചിരി തുടങ്ങിയിട്ട്. വെയില് കൊണ്ടുള്ള നിന്റെ ഈ ഇരിപ്പ് കണ്ട് ചിരിച്ചതാ. എന്തൊരു ശേല്.
ഗീ ഗീ പല്ലില്ലാത്ത ഈ ചീക്കും വലിയ ശേലല്ലേ. എടാ മിടുക്ക, എവിടുന്ന് കിട്ടിയോടോ ഈ കിളിയെ? നോക്കി വെള്ളം മറക്കണ്ട, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ കൊടിയൻ സിംഹം. അങ്ങേര് കുളിച്ചു വരുന്നത് വരെ പിടിക്കാൻ പറഞ്ഞു. പറഞ്ഞപ്പോ താനങ്ങ് അനുസരിച്ചു അല്ലേ പേടിത്തൊണ്ടൻ. അനുസരിച്ചില്ലെങ്കിൽ വെടിക്കെട്ട് പോലെയല്ലേ ഇടി. ഈ തടിയൻ കടുവയുടെ ഒരു പേടി. പിന്നെ തുടങ്ങി മിണ്ടാതിരിയടോ. ഷോ, അപ്പ മുന്നിൽ വെച്ചിട്ട് കഴിക്കണ്ടെന്ന് പറഞ്ഞതുപോലായി. ഇവന്മാരുടെ ഒരു ഗതികേടേ. ഈ കിഴവനിന്ന് ഞാൻ എറിയോട്ടവനെ. അയ്യോ കൊല്ലുന്നേ. അടക്കടോ വായ. ഇനി കടിയം വന്ന് പോകുന്നത് വരെ കിളവൻ വാ തുറന്നാലുണ്ടല്ലോ. വരുന്നുണ്ട്. കിളിയെ കൊടുത്തു. കിളി എന്താണ്? എവിടെ കിളി? കാണാനല്ലോ സൂത്ര. രണ്ടും കൂടെ കിളിയെ സാപ്പിട്ടു അല്ലടാ. ദും ടീം പട്ടേ. അയ്യോ, ഇനി വാ തുറക്കാം. ഈ കടുവച്ചാരി എറിഞ്ഞതാ കിളിയെ. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം വാ തുറക്കാതിരുന്നതാ. അയ്യോ അയ്യോ, ദേ അവന്റെ അച്ഛൻ വരുന്നു. ആരടാ കല്ലെറിയുന്നത്? നിങ്ങളുടെ മോനെ എന്റെ മോനെ കല്ലെറിഞ്ഞു. ഇതിപ്പോ പതിവാ. അത് അവനൊരു അബദ്ധം പറ്റിയതാ. അബദ്ധമോ? എന്റെ മോനെ കാണുമ്പോ മാത്രം അവന് അബദ്ധം പറ്റുന്നത് എന്താ? വേറെ കുരങ്ങൻ കുട്ടികളെ ഒന്നും എറിയുന്നില്ലല്ലോ. എന്റെ മോൻ പാവമായത് കൊണ്ടല്ലേ. സൂത്ര, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ആ കുരങ്ങൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. ഇനി ഞാൻ അങ്ങനെ ചെയ്യുമോ? ചെയ്യാം. ചെയ്യാമെന്നോ? വേറെ കുരങ്ങൻ കുട്ടികളെയും എറിയാം. ചുട്ട കോഴിയിറച്ചി. അമ്പടാ, ഇതിനകത്താ സംഭവം. ചുമ്മാ ചാടിയിറങ്ങുന്നത് മണ്ടത്തരമാ. എന്താ ഒരു വഴി? ഇവനെ പിടിക്കാം. എടോ, നീ ഇതിനകത്തൊന്ന് ഇറങ്ങി നോക്ക്. അകത്ത് എന്താണെന്ന് അറിയാനാ. എന്തിനാ ഇറങ്ങി നോക്കുന്നത്? ആ പുലി കോഴിയിറച്ചി വെച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ. ആ മണ്ടനാണെങ്കിൽ കുഴി അടച്ചു വെക്കാനും മറന്നു. മൂപ്പര് തിരിച്ചു വരുമോ? ഇനി നാളെ വരും. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല, ചാടിയേക്കാം. സൂത്ര, എന്റെ മരുമോൻ വന്നു. ഹലോ. സകലതും കൊള്ളാം. തോനെന്താ ഈ കുഴിയുടെ പക്കത്ത്? എന്താ മുഖത്തൊരു വിഷമം? എന്റെ ശരു, എനിക്ക് ഈ ജീവിതം മതിയായി. ഞാൻ ചാവാൻ പോകുന്നു. തന്നെ വിട്ടുപോകുന്ന കാര്യം ഓർത്തിട്ടാ ചങ്കു കലങ്ങുന്നത്. എന്തു ചെയ്യാം? ആ കുഴി മരണക്കിണറാ. ഞാൻ അതിലേക്ക് ചാടാൻ പോവുകയാ. ചത്താലും തന്നെ ഞാൻ മറക്കൂല. സൂത്ര, നമുക്കിനി സ്വർഗത്തിൽ വെച്ച് കാണാം. സൂത്ര, താൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ചാടി ചത്തില്ലേ? പയ്യനെവിടെ പോയി? മോനെ 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 മോനെ. ചേട്ടൻ എന്താ അമ്മാവനെ കൂട്ടാതെ ചാടിയത്?